മുസ്ലിമുകളുടെ സഹായത്തെപ്പറ്റി എന്റെ ബഹുമാന്യ സ്നേഹിതൻ ഇവിടെ ബഷീർ പറഞ്ഞു. ഇവിടെ മുസ്ലിം ലീഗ് വളരെ ശക്തിയായതുകൊണ്ടാണ് അവരിവിടെ ആണങ്ങളുടെ കൂട്ടി ഇങ്ങനെ നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ട മാന്യനായ ബഷീറെ. യു പിയിൽ മുസ്ലിം ലീഗ് ഈ കേരളത്തിലെ കഴിഞ്ഞ് മുസ്ലിം കൂടുതലുണ്ട് ഇല്ലേ? ബീഹാറിൽ കൂടുതലുണ്ട്, ഗുജറാത്തിൽ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ കൂടുതലുണ്ട്. എങ്ങനുണ്ട്? വീണപറമ്പി തലയില്ല. അതുകൊണ്ട് അവിടെ വർഗീയവാദികൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക വർഗീയവാദികൾ. എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ, മുസ്ലിം ലീഗിന്റെ ബഷീർ മനസ്സിലാക്കിക്കോ. സച്ചാർ കമ്മീഷന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ബംഗാളിൽ യോരിവാസു ഭരിച്ച 33 വർഷക്കാലം ഒരു മുസ്ലിമിനെ പോലും ഞുള്ളി നോവിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്ന കാര്യം ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ബംഗാളിൽ ഞങ്ങളുണ്ട്, ത്രിപുരയിൽ ഞങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ ഈ കൂട്ടുകാരുണ്ടല്ലോ, ആരാ? ബഹുമാനനായ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി. ഞങ്ങളുള്ളത് കൊണ്ട് രക്ഷയുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചുമ്മാ ബഷീറിന്റെ ജലീലിന്റെ എല്ലാം മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. എന്റെ മാന്യനായ ബഷീർ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു മുസ്ലിമിനെ പോലും ലീഗിനെ നോക്കിയൊന്നും അല്ല. ഞാൻ പറയട്ടെ, മുസ്ലിം ജനവിഭാഗം വലിയ തോതിൽ ഞങ്ങൾക്ക് LDF വോട്ട് ചെയ്തില്ലേ? ചെയ്തത് എന്തുകൊണ്ട്? ഞങ്ങളെ അവർക്കറിയാം. നിങ്ങൾ കച്ചവട രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുമെന്ന് അവർക്കറിയാം ബഷീറ്. അതുകൊണ്ട് ബഷീർ ഇവിടുത്തെ ലീഗിന്റെ ശക്തി കൊണ്ട് RSSകാർ കൊല്ലുന്നില്ല എന്നൊന്നും പറഞ്ഞ് മേനി നടിക്കണ്ട. ഞങ്ങൾ ദുർബലപ്പെട്ടാൽ, CPM ദുർബലപ്പെട്ടാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയാം. ഞങ്ങൾ ദുർബലപ്പെട്ടാൽ നിങ്ങൾക്ക് ആപത്താണെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അതിന്റെ ഒന്നും മേനി നടിച്ച് ഞങ്ങളെ പറഞ്ഞിരുത്താൻ നോക്കണ്ടെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.